ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 മുട്ട, പിന്നെ ഒരു 3 ബ്രെഡാണ് ഞാൻ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ത്രികോണ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 4ഉം അതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബ്രെഡ് എടുത്ത് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ബ്രെഡിലാണെങ്കിലും ചെയ്യാം കേട്ടോ. ഗോതമ്പിൻ്റെ ബ്രെഡാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ 4 ബ്രെഡും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ 3 പീസൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഞാൻ മറ്റേ ഒറിഗാനോയുടെ പൗഡർ ഇല്ലേ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടയുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടയുടെ മിക്സിലോട്ട് മുക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് മുക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം ഒന്നുകൂടി മുട്ടയുടെ അതിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒറ്റ പ്രാവശ്യം മുക്കിയെടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എല്ലാം മുക്കിയെടുക്കാം. അതുപോലെ അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ടിനെയും മുക്കി പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് നമുക്കിനി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ ബ്രെഡാണ്, ബ്രെഡിൻ്റെ പൊടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നതിന് ശേഷം മുരിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചായ തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണത്. അപ്പോൾ അതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ സോസിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 വശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചായ തിളയ്ക്കുമ്പോഴേക്കും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്നാക്ക് എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ അത് നമ്മുടെ സ്നാക്ക് ഇതവിടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ കിഡിലൻ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.